ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെയൊക്കെ ഡോറിൻ്റെ ഈ ലോക്ക് ഉണ്ട്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലോക്കാണ്. ഇത് കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലത് പോവും, ചിലത് പോകാണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പോയതാണ്, ചുമ്മാ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങുന്നത് മാത്രമേ ഉള്ളൂ ലോക്ക് വീഴുന്നത്. ഇത് അകത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഇത് ആ ലോക്ക് തള്ളി വരണം, ആ തള്ളി വന്ന് ഇപ്പറേ കാണുന്ന ലോക്കിനകത്തോട്ട് വീഴണം. അങ്ങനെ വീഴുന്നില്ല, ഇങ്ങനെ ഇത് കംപ്ലൈൻ്റ് ആയി പോയതാണത്. അപ്പോൾ അത് നന്നാക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് അഴിച്ചെടുക്കാം. അഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് തിരിക്കുന്ന നോബ് പയ്യെ നമ്മൾ അഴിച്ചെടുത്താൽ മതി. അതിന് ശേഷം അതിൻ്റെ സൈഡുകൂടെ കവറിങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന അതും കൂടെ നമ്മളങ്ങ് അഴിച്ചെടുക്കുക. അങ്ങനെ ഇനിയിപ്പം മറു സൈഡിൽ നിന്നും കൂടെ ഉള്ള സ്ക്രൂ അങ്ങ് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അഴിച്ചെടുക്കാവുന്നേ ഉള്ളത്. അപ്പോൾ നമ്മളിത് ഈ ഭാഗം ഫ്രീ ആയിട്ടുണ്ട്. ഇനി മറു സൈഡാണ് നമുക്ക് അഴിക്കാനുള്ളത്. മറു സൈഡ് നമ്മൾ ഈ ഡോറയിലും മുറുക്കിയിരിക്കുന്ന സ്ക്രൂ നമ്മളങ്ങ് അഴിച്ചാൽ മതി. അവിടുന്ന് അഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഇച്ചിരി ബലം പ്രയോഗിച്ച് നമ്മൾ ടൈറ്റായിട്ടാണ് കയറ്റി വെച്ചിരിക്കുന്നത്. ഏകദേശം 3-4 വർഷം പഴക്കമുള്ളതാണ്. ബാക്കിയുള്ള ഡോറിൻ്റെ ഒന്നും കംപ്ലൈൻറ്റ് പറ്റിയില്ല. ഈ ഒരു ഡോറിൻ്റെ മാത്രമാണ് ഈ ലോക്കിന് ഈ കംപ്ലൈൻറ്റ് പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇത് തുറന്നു നോക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുവാണത്. അപ്പോൾ തുറക്കാനായിട്ട് നമ്മൾ ഇതിനകത്ത് ഇത് കയറ്റി ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇതിലായിട്ട് ഇത് തുറന്നു നോക്കിയിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് തുറക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഇത് പുറത്തേക്ക് എൻ്റെ ലോക്ക് നീണ്ടു വരുന്നുണ്ട്. പക്ഷേങ്കിൽ അവിടെ നേരത്തെ ഒട്ടിച്ചിരുന്നതിൻ്റെ ആണോ എന്നറിയില്ല. അത് എന്ത് ചെയ്താൽ തുറക്കാനായിട്ട് വരുന്നില്ല. അതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ അതിന് പകരമായിട്ട് അത് കിട്ടാത്തതുകൊണ്ട് നമ്മളും ഒരു ഓടാമ്പൽ ടൈപ്പ് ലോക്കാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പകരം വെക്കുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വേണമെങ്കിൽ ഇത് വെച്ച് പൂട്ടാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ശകല അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട്. അതിന് വേണ്ടിയിട്ട് ശകലം കട്ടി കുറഞ്ഞൊരു പലകയുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക്കിലേക്ക് മുറുക്കുമ്പോഴത്തേക്ക് അതിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കറക്റ്റ് അളവെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഓടാമ്പലിൻ്റെ ലോക്കൊക്കെ നമ്മളങ്ങ് ഫിറ്റ് ചെയ്യുവാണത്. ഇതാകുമ്പോഴത്തേക്കും മറ്റത് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് കുറേ ബലവത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്റ്റീലായതുകൊണ്ട് അങ്ങനെ മഴ നനഞ്ഞാലും അങ്ങനെ വെള്ളം വീണാലും തുരുമ്പൊന്നും അങ്ങനെ എടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് നമ്മളതിൻ്റെ അളവെടുത്തിട്ട് ആ സ്ഥാനത്ത് തന്നെ നമ്മളിത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഹോളുണ്ടാക്കിയിരുന്നതൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. അതിന് മുകളിൽ തന്നെയാണത്. കറക്റ്റ് അലൈൻമെൻറ്റിൽ വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടളയിലോട്ടുള്ള ലോക്ക് ഇതിലേക്ക് കട്ടളയ്ക്കുള്ളിലേക്കാണ് ചെറിയ ഹോള് കിടക്കുന്നത്. അതിൻ്റെ ലോക്ക് വീഴേണ്ടത് അതിലേക്കാണ് ഇതിൻ്റെ ലിവർ നീണ്ടു വരേണ്ടത്. അപ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് ഇതിന് തുളയിടാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടയാളം വെക്കുവാണ്. അതിൽ കൂടി നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് തുളച്ചിട്ട് വേണം അപ്പം നമ്മൾ ഇതിനകത്ത് നട്ട് ബോൾട്ട് കയറ്റാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് തുളയ്ക്കുവാണത്. അപ്പോൾ ഈ തുളയ്ക്കുന്ന ഈ ഹോളെന്ന് പറയുന്ന മറു സൈഡിൽ നമുക്ക് ലോക്ക് വരണം. ഇതിപ്പം മറു സൈഡിൽ നിന്ന് ഉള്ള ലോക്കാണ് നമ്മളിത് തുളയ്ക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ തുളച്ച് മറു സൈഡും കൂടെ കറക്റ്റ് അളവിലൊക്കെ ആക്കി വെച്ചതിന് ശേഷം നമ്മളിത് കറക്റ്റ് അലൈൻമെൻറ്റിലങ്ങ് വെച്ചതിന് ശേഷം നമ്മളിത് ആദ്യമേ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് മുറുക്കി കൊടുത്താൽ മതി. ഇതിലേക്കാണ് ബാക്കിയുള്ളതും കൂടെ നമുക്ക് മുറുക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് ഇതിനകത്ത് നമ്മൾ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റാണ്ടിരിക്കാൻ നോക്കണം. ഇടത്തോട്ടോ വലത്തോട്ടോ ചരിയാണ്ടിരിക്കാനും നമ്മൾ നോക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വൃത്തികേടുമായിരിക്കും, കറക്റ്റ് ആ ഹോളിലേക്ക് കയറത്തുമില്ല. അപ്പോൾ ഇതിൻ്റെ ലെവല് കറക്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയൊരു കട്ടി കുറഞ്ഞ ചെറിയൊരു പ്ലൈവുഡിൻ്റെ കഷ്ണം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എങ്കിലേ കറക്റ്റ് അലൈൻമെൻറ്റ് വരുള്ളൂ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആ ലോക്ക് തന്നെ നമുക്ക് കിട്ടിയില്ല. കിട്ടാണ്ട് വന്നുകൊണ്ടാണ് നമ്മൾ ഈ ഓടാമ്പൽ ടൈപ്പായിട്ട് നമ്മളിത് പിടിപ്പിക്കുന്നത്. മറ്റേ ബലക്കുറവാണ്, ഇതിനാകുമ്പോൾ ഇച്ചിരി ബലമുണ്ട്. ഗേറ്റ് ലോക്കാക്കി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ലോക്കായി തന്നെ കിടക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കേടായി പോകുന്നൊരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ലോക്ക് മാറ്റി വെക്കാൻ പറ്റും. മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ കിട്ടുവാണെങ്കിൽ അത് നമുക്ക് ഇതാകുമ്പോൾ പ്ലാസ്റ്റിക്കിനേക്കാളും ഇച്ചിരി ബലവത്താണിത്. കൂടുതൽ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് ഈ ലോക്ക് നമുക്ക് കയറ്റി ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ മാറ്റി വെക്കുന്നതിന് പകരം നമ്മൾ ഇതുപോലെ പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ബലം കിട്ടും. നമ്മൾ അതിൻ്റെ ഒരു പെയിൻറ്റും കൂടെ കറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ അകമുള്ള സൈഡിലാണ് പിടിപ്പിക്കുന്നത്. നമ്മൾ മറ്റേ പുറത്തുനിന്ന് അടയ്ക്കുന്നതാണ് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ അകത്തുനിന്നുള്ളതാണ്. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ വെച്ചിരുന്ന നട്ട് ബോൾട്ടിൻ്റെ സ്ക്രൂ തന്നെയാണ് ഇറങ്ങി ഇത് മറുവശത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേക അളവെടുക്കേണ്ട കാര്യമൊന്നുമില്ല. മറുവശത്തും കറക്റ്റായിട്ടുള്ള അളവിൽ വന്നിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഓടാമ്പലിൻ്റെ ലെവല് അതിൻ്റെ ലോക്ക് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതുപോലെ ചെറിയൊരു കനത്ത് ഒരു ചെറിയൊരു പല കഷ്ണം കൂടെ വെച്ചെങ്കിൽ മാത്രമേ ഇതാ കറക്റ്റ് ലെവലിൽ
എത്തത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എങ്കിൽ നമ്മൾ അതിൻ്റെ സൈഡിലേക്ക് നീക്കുന്ന സമയത്ത്, സ്ലൈഡായിട്ട് നീക്കുന്ന സമയത്ത് ആ ലോക്കിനകത്തേക്ക് തന്നെ കറക്റ്റായിട്ട് വരികയുള്ളൂ. അതിന് വേണ്ടിയിട്ട് വേറെ ലോക്ക് ഹോള് വേണ്ട. പഴയതിൻ്റെ സൈഡിൽ കട്ടളായി വെച്ചിരിക്കുന്നതിലേക്ക് തന്നെയാണ് കറക്റ്റായിട്ട് ഇത് കയറുന്നത്. ഇതിന് ശേഷം നമ്മളിതിൻ്റെ ഈ നീണ്ടു നിൽക്കുന്ന നട്ട് ബോൾട്ടൊക്കെ നമ്മൾ കൂടുതൽ നീണ്ടു നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയും കേട്ടോ. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വെള്ളം പിടിക്കാണ്ടിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും പെയിൻറ്റുകൾ വേണമെങ്കിൽ നമ്മൾ അടിക്കാം. പെയിൻ്റ് അടിച്ചില്ലെങ്കിലും കുറച്ച് നാൾ ഇത് നിന്നോളും. അപ്പോൾ പെയിൻ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ തുരുമ്പെടുക്കാണ്ടൊക്കെ അവിടെ നിന്നോളും. ഇത് ഇങ്ങനെയാണ് പഴയ ഡോറിൽ പഴയ ലോക്ക് മാറ്റി പുതിയ ലോക്ക് പിടിപ്പിക്കുന്നത്. വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക്സ്.